മാർട്ടിൻ പ്രക്കാട്ട് അവതരിപ്പിക്കുന്ന ഷാഹി കബീർ എഴുതിയിട്ട് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞുള്ള ഒരു ഇംപ്രഷൻ എന്നുള്ളത് പങ്കുവയ്ക്കുകയാണ്. ഇത് എന്താണ് മാർട്ടിൻ പ്രക്കാട്ടിന്റെ ആ ഒരു പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകൾ നമുക്കറിയാം. ഇരട്ടയാണെങ്കിലും നായാട്ട്, അതുപോലുള്ള പോലീസ് സ്റ്റോറികൾ, വെറൈറ്റി ആയിട്ടുള്ള പോലീസ് സ്റ്റോറികൾ തരുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് അവരുടെ. അപ്പോൾ അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി. സിനിമ പേര് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സീൻ മുതൽ തന്നെ ഓൺ ഡ്യൂട്ടിയിലാണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ. ഡയറക്റ്റ് കഥയിലേക്ക് എൻട്രി ചെയ്യുന്നു. ആ കഥ എന്ന് പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു പേസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന ഒരു കഥാഖ്യാന രീതിയാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ്. സാധാരണ സിനിമകളിൽ നമ്മൾ പറയും നായക നടന്റെ വ്യത്യസ്തമായ പെർഫോമൻസ് ആണ്, വ്യത്യസ്തമായ ഗെറ്റപ്പ് ആണ്. പക്ഷെ ഇതിൽ ശരിക്കും അവർ പറയുന്ന മേക്കേഴ്സ് പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായ ഒരു കുഞ്ചാക്കോനെ കാണാൻ പറ്റി. അത് ഇമോഷണൽ രംഗങ്ങളിലുള്ള കൈയടക്കവും ആക്ഷൻ രംഗങ്ങളിൽ, ആക്ഷൻ എന്ന് പറയുന്നത് ഹെവി എന്താ പറയാ നാച്ചുറൽ അല്ലാത്ത ആക്ഷൻസ് വളരെ കുറവാണ്. ഒരു സർവൈവൽ പോലുള്ള ഒരു എന്താണ് കീഴ്പ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെയുള്ള ഒരു ഫൈറ്റ് ആണ്, ഒരു ഹീറോയിക് ഫൈറ്റ് അല്ല. അതിനിടയിൽ ഇദ്ദേഹത്തിനുള്ള മാനസികമായ ഇദ്ദേഹത്തിന്റെ ഒരു ആംഗിൾ കാണിക്കുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ഒരു പോലീസ് ഓഫീസർ, എല്ലാം കൊണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രം കൈയടക്കത്തോടെയും അതിഗംഭീരമായിട്ടും കുഞ്ചാക്കോനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസിൽ എടുത്തു പറയേണ്ടതാണ് വിശാഖ് നായരും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഗ്യാങ് മെമ്പേഴ്സ് ആയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന റംസാൻ അടക്കമുള്ള അവരുടെ പെർഫോമൻസ് അതിഗംഭീരം എന്ന് തന്നെ പറയണം. കാരണം ഏതൊരു സിനിമയിലും ആ ഒരു ആന്റഗോണിസ്റ്റ് പാർട്ട് അത്ര സ്ട്രോങ് ആകുമ്പോഴാണ് സിനിമയ്ക്ക് ആ ബലം വെക്കുന്നത്. ഇത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള, വളരെ ചില സമയത്ത് അൺബീറ്റബിൾ എന്ന് തോന്നുന്ന അത്രയും ഇന്റൻസ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വിശാഖ് നായരും ടീമും. അദ്ദേഹത്തിന് ഈ ഒരു കഥാപാത്രത്തിൽ വിശാഖ് നായരുടെ അതിഗംഭീരമായ സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിന്റെ സൗണ്ട് മോഡുലേഷൻ എല്ലാം കൊണ്ടും ഒരു ഓർമ്മിക്കാവുന്ന ഒരു കഥാപാത്രം, ഒരു വില്ലൻ കഥാപാത്രമായിട്ട് അദ്ദേഹത്തിനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ കഥയുടെ കഥാപരിസരം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇതില് നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ സിനിമയിലും നമ്മൾ ഈ അന്വേഷണ സിനിമകൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ്, കാരണം പക്ഷെ അത് നമ്മുടെ ചുറ്റിൽ എപ്പോഴും നടക്കുന്നുണ്ട്. ആ ഒരു കൂടുതൽ ഇമോഷണലി കണക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള, അതായത് പിന്നെ ഡ്രഗ് പെഡലിംഗ് നമുക്കറിയാം, അതുപോലെ തന്നെ റേപ്പ് പോലുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത് ഒരുപാടധികം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ സിനിമ നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത്. അത് ജിത്തു അഷ്റഫ് ഈ സിനിമയിൽ ഒരു നല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഒരുപാട് രസകരമായ, അതിന് കൂടുതൽ പറയുന്നില്ല, ഒരു കഥാപാത്രം, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു സംവിധാനത്തിന്റെ ഒരു വേറിട്ട ഒരു മേക്കിംഗ് രീതിയിലാണ് നമുക്ക് അറിയാവുന്ന, നമ്മൾ മുൻപ് ഈ കഥാതന്തു നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ കൂടി അതിനെ വ്യത്യസ്തമാക്കുന്നത് ആ മേക്കിംഗ് മികവാണ്. പിന്നെ അതുപോലെ തന്നെ ത്രില്ലർ മൂവീസിന് വേണ്ട നമുക്കറിയാലോ ആ ഒരു ബിൽഡപ്പ് കൊടുക്കുന്നതിന്, ടെൻഷൻ നിലനിർത്തുന്നതിന്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനുള്ള എഫേർട്ട്, അത് ജേക്സ് ബിജോയുടെ കയ്യിൽ അതിഭദ്രമായിരുന്നു. ജേക്സ് ബിജോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു സംഭവം, പിന്നെ ഒരു പാത്തോസ് പോലുള്ള ഒരു സോങ് വരുന്നുണ്ട്. അതിന്റെ ലിറിക്സ് അത്ര ഒരു വർക്കായിട്ട് തോന്നിയില്ല, വളരെ അത്ര ഒരു, എന്നാലും ആ സിനിമ ആ ഒരു മൂഡ് നിലനിർത്തുന്നതിൽ ആ സോങ് ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല, ഒരു ചെറിയ പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ അടുത്ത കാലത്തുള്ള മെയിൻ പൊങ്ങി വരുന്ന ഒരു എഡിറ്ററാണ് ചമൻ ചാക്കോ. ചമൻ ചാക്കോയുടെ ഗംഭീരമായ കട്ട്സ് ആണ്, പാസ്റ്റ് ആൻഡ് പ്രസന്റ് കാണിക്കുന്ന രംഗങ്ങളും വളരെ രസകരമായിട്ട് ആ എഡിറ്റ്സ് വന്നിട്ടുണ്ട്. അത് മ്യൂസിക്കായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ അവര് മ്യൂസിക് അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ. അതിപ്പോ ജഗദീഷ് ആണെങ്കിലും അതുപോലെ എടുത്തു പറയാവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്ത്, മീനാക്ഷി, ഇവരൊക്കെ അവരുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഈ സിനിമയുടെ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി സ്റ്റോറി, അതുപോലെ തന്നെ ഒരു കുറ്റാന്വേഷണ സ്റ്റോറി, രണ്ടും നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയും, അതായത് കുഞ്ചാക്കോന്റെ ലീഡ്കാരന്റെ മാനസികാവസ്ഥയും ഈ കുറ്റാന്വേഷണവും തമ്മിലൊരു കണക്ഷനും ഉണ്ട്. ആ ഒരു ബ്ലെൻഡിങ്ങും അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് ഒരു കുറ്റാന്വേഷണ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്കും, അതുപോലെ തന്നെ ഫാമിലി ഇന്റൻസ് ഡ്രാമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിന്റെ സ്ഥിരമായിട്ടുള്ള കഥാതന്തു ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ നമ്മുടെ കറന്റ് അഫയേഴ്സ് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ സംസാരിക്കുന്നതെങ്കിലും വ്യത്യസ്തമായ മേക്കിംഗ് മികവ് കൊണ്ട് തന്നെ തിയേറ്ററിൽ പ്രേക്ഷകനെ ആദ്യാവസാനം പിടിച്ച് ഇരുത്താനുള്ള സ്റ്റഫ് ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് തന്നെയുള്ള ഒരു ഡയലോഗ് ആണ് ഇതിനകത്ത്, അത് പറയുന്നുണ്ട്, പിന്നെ കുഞ്ചാക്കോൻ പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുഞ്ചാക്കോന്റെ വളരെ ഒരു ഗംഭീരമായ ആക്ടർ എന്ന നിലയിലുള്ള ഗ്രോത്ത് കാണാൻ പറ്റും. ആ ക്യാരക്ടറിനെ തന്മയത്വത്തോടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ഡ്രാമകൾ ഇഷ്ടപ്പെടുന്നവർ, ഇമോഷണൽ ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ചുരുക്കിയ ഒരു ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കണ്ടവർ അഭിപ്രായം പങ്കുവെക്കുമല്ലോ. താങ്ക് യു.